ഹലോ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ വിഷു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ വിഷു വ്ളോഗ് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ അത് പറ്റിയില്ല. വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസം അപ്ലോഡ് ചെയ്യാമെന്നോർത്ത് അതും പറ്റിയില്ല. ഇത്തവണത്തെ വിഷുവും എല്ലാ തവണത്തെയും പോലെ തന്നെയായിരുന്നു. പ്രത്യേകതകളൊന്നുമല്ല. പക്ഷേ പണ്ടൊക്കെ വിഷു വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പടക്കം പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനൊക്കെ. പക്ഷേ എന്തോ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫീലില്ല. എന്താണെങ്കിലും വിഷുവൊക്കെ വന്ന് പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചൈൽഡ്ഹുഡ് ഓർക്കും. അപ്പോഴാണെങ്കിൽ ഒരു പടക്കം പോലും വെറുതെ വിടാതെ നമ്മൾ തന്നെ പൊട്ടിക്കുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് പൊട്ടിക്കാനും എന്തോ ഒരു താല്പര്യക്കുറവ്. പക്ഷേ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ കൂടുതലും പടക്കമൊക്കെ പൊട്ടിച്ചത്. ഞാൻ കൂടുതലും കമ്പിത്തിരിയൊക്കെ മാത്രമേ കത്തിച്ചുള്ളൂ. നമ്മൾ പടക്കമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പടക്കം വാങ്ങിക്കാൻ പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. സാധാരണ എപ്പോഴും വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾ വിഷുവിൻ്റെ തലേന്നാണ് പടക്കമൊക്കെ പൊട്ടിച്ച് തീർക്കുന്നത്. വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം വീട്ടിലുണ്ടാവില്ല, അമ്മയുടെ വീട്ടിലേക്ക് പോകും. വിഷുവിൻ്റെ അന്ന് നമ്മൾ അവിടെ അങ്കുവിൻ്റെയും കാച്ചുവിൻ്റെയും ഒക്കെ കൂടെയാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് തലേന്ന് തന്നെ ഞങ്ങൾ ഇവിടുത്തെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് തീർക്കും. അതായത് സ്കൈ ഷോട്ടാണ്, 30 ഷോട്ടുള്ള സ്കൈ ഷോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം 24 പൊട്ടിയുള്ളൂ. അത് കാരണം 30 പൊട്ടുന്നുണ്ടോ എന്ന് അച്ഛൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ എന്തായാലും 30 പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കണി വെക്കുന്ന പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിൽ കണി കാണിക്കാൻ കൃഷ്ണനൊക്കെ വരും. പക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രം വരില്ല കേട്ടോ. ഇവിടെ മിട്ടിയുള്ള കാരണം മിട്ടി അവർ വരുമ്പോൾ തന്നെ കുരച്ചോടിക്കും. ആകെ എന്തോ ഒരു തവണ മാത്രമാണ് ഇവിടെ കൃഷ്ണൻ കണി കാണിക്കാൻ വന്നിട്ടുള്ളത്. ഇനി ഓൾമോസ്റ്റ് നമ്മളുടെ പടക്കങ്ങളൊക്കെ തീരാറായി. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്കുനും കാച്ചൂരും കൊടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതാണ് ഇനി ലാസ്റ്റ് ഉള്ളത്. ഇതുകൂടെ പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി കണിവെക്കൽ പരിപാടിയിലേക്ക് പോവാണ്. പിന്നെ കണിവെക്കൽ പരിപാടിയിൽ ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഞങ്ങളിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നേ ഉള്ളൂ. അച്ഛനാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അച്ഛനെല്ലാം ശരിയാക്കി വെച്ചിട്ട് വെളുപ്പിനെ ആകുമ്പോൾ ഞങ്ങളെ വിളിക്കും കണി കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരത്തെ കണി ഒരുക്കി വെക്കാറില്ല കേട്ടോ, അല്ലെങ്കിൽ പൂവൊക്കെ വാടിപ്പോകുമല്ലോ. ഇതിപ്പോൾ അതാ കൃഷ്ണനച്ഛൻ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഇനി വെളുപ്പിനെ ആകുമ്പോഴത്തേക്കും വന്ന് കണി കാണണം. അങ്ങനെ നമ്മളിതാ ഈ വർഷത്തെ വിഷുക്കണി കണ്ടു. 3 മണിക്ക് എണീറ്റ് കണി കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ 3 മണിക്കല്ല, നമ്മൾ 6 മണിക്കാണ് കണി കണ്ടത്. ഇനി നെക്സ്റ്റ് പരിപാടി നമ്മൾ രാവിലെ ഇനി വിഷുക്കഞ്ഞിയാണ് വെക്കുന്നത്. അപ്പോൾ വിഷുക്കഞ്ഞിക്ക് തേങ്ങാപ്പാലാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും പിന്നെ പയർ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് പയർ വേവിക്കാനായിട്ട് ഇടുന്നത്. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പിയൊന്നും എനിക്കറിയില്ല, അത് അമ്മയ്ക്കേ അറിയുള്ളൂ. ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ്. നമ്മൾ വൻപയറിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ അതിൽ ചേർക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉണക്കലരിയാണ്. ഉണക്കലരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കലരിയും പിന്നെ വേവിക്കാനിടും. അത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അതാണ് ഉണക്കലരി വെന്ത് വന്നപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനിയാണ്. ശർക്കരയാണെങ്കിലും ചേർത്താൽ മതി. പക്ഷേ അമ്മ അത് ശർക്കര പാനിയാക്കിയിട്ടാണ് ചേർത്തത്. വേറെ വെള്ളം ഒഴിക്കണ്ടല്ലോ, അപ്പോൾ ശർക്കര പാനി ചേർത്തു. പിന്നെ നമ്മൾ കിസ്മിസും കാഷ്നട്ടും പിന്നെ തേങ്ങാക്കൊത്തുമാണ് നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്കലരിയിലേക്ക് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മറ്റേ വൻപയറും തേങ്ങാപ്പാലുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ശർക്കരപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കിസ്മിസും കാഷ്നട്ട്സും പിന്നെ തേങ്ങാക്കൊത്തുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാലുണ്ടല്ലോ, അതുകൂടെ കൊടുക്കണം. അത് നമ്മൾ തിളപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മളത് കഴിഞ്ഞ് സ്റ്റൗവൊക്കെ ഓഫാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം ഈ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മുടെ വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷുവിന് എല്ലാ വർഷവും രാവിലെ ഇവിടെ വിഷുക്കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത്. സാധാരണ എല്ലാ വിഷുവിനും രാവിലെ ആകുമ്പോഴത്തേക്കും ഞാനും കുഞ്ഞാപ്പനും കൂടെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ വിഷുക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്തവണ നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ല, അതുകൊണ്ടാണ് വിഷുക്കഞ്ഞിയുടെ പ്രിപ്പറേഷൻസൊക്കെ കാണാൻ പറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കത്തെ സദ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഫുൾ വെജിറ്റേറിയനാണ്. അപ്പം ഞാനാണെങ്കിൽ അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. പക്ഷേ അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് ഫൈനലി ഞാൻ ഉണ്ടാക്കി വന്ന അവിയൽ. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കറികളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഓണത്തിനുള്ള പോലെ വലിയ സദ്യയൊന്നുമല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് സാധനങ്ങളാണ്. അത് മാങ്ങാച്ചാറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ, ഉള്ളിക്കറി, ബീട്രൂട്ട് പച്ചടി, പിന്നെ മോര് കാച്ചിയത്, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ ചോറും പായസവും, പിന്നെ പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബോളി ഉണ്ടായിരുന്നു. ഈ ബോളി നമ്മൾ ഇന്നലെ അങ്കുവും കാച്ചുമൊക്കെ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ബോളി.
അപ്പോൾ നമ്മൾ പായസത്തിനൂടെ കഴിക്കാമല്ലോ എന്നോർത്ത് അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഈ വർഷത്തെ വിഷു സദ്യ കഴിക്കാൻ പോവാണ്. ഇനി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകും കേട്ടോ, അങ്കുനെയും കാച്ചുവിൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് ഞങ്ങളിതാ ഇനി അങ്ങോട്ട് പോവാണ്. വിഷു ആയതുകൊണ്ട് പിന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ, പോകുന്ന വഴിയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അമ്മയുടെ വീട്ടിലെത്തി വിഷു കൈനീട്ടം കൊടുക്കുകയാണ് അമ്മ. ഇത്തവണ നമ്മളെല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തത് ഞാനുണ്ടാക്കിയ വിഷു കാർഡിലാണ്. ഇപ്പോഴാണ് കേട്ടോ ഓർത്തത്, നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിഷു കൈനീട്ടം കൊടുത്തതും ഞാൻ അച്ഛനും അമ്മയ്ക്കും വിഷു കൈനീട്ടം കൊടുത്തതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഞാനും അവർക്ക് വിഷു കാർഡ് വെച്ചിട്ടായിരുന്നു കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ചെന്ന ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈനീട്ടം കൊടുക്കലും പരിപാടികളൊക്കെയാണ്. നമുക്ക് വേണ്ടി ചെറുതായിരുന്നപ്പോൾ വിഷു കൈനീട്ടം കിട്ടുന്നതായിരുന്നല്ലോ എല്ലാ വർഷവും നമ്മുടെ ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞാപ്പനും പണ്ട് ഇങ്ങനെ വിഷു കൈനീട്ടം കിട്ടാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടിയെന്നും അതൊക്കെ ഇങ്ങനെ എണ്ണി ഞങ്ങൾ മാറ്റി വെക്കും. എന്നിട്ട് ഞങ്ങൾ അത് അച്ഛനും അമ്മക്കൊന്നും കൊടുക്കില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം എന്നും പറഞ്ഞ് ഞങ്ങളത് മാറ്റി വെക്കും. പക്ഷേ നമ്മളൊറ്റയ്ക്ക് സാധനങ്ങളൊന്നും വാങ്ങില്ലല്ലോ, അവസാനം ആ പൈസ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ തന്നെ എത്തും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. ഇനിയിപ്പോൾ ഒന്ന് ഇരുട്ടായി തുടങ്ങുമ്പോഴത്തേക്കും പടക്കമൊക്കെ പൊട്ടിക്കാമെന്നും പറഞ്ഞാണ് നമ്മളിരിക്കുന്നത്. കാച്ചുവാണെങ്കിൽ പടക്കം പൊട്ടിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ അവന്മാർ ഓൾറെഡി കുറേ പൊട്ടിച്ചു, ഇനിയിപ്പോൾ ഇന്നും പൊട്ടിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇനി രാത്രി തന്നെ അവർ മാമിയുടെ വീട്ടിലേക്ക് പോകും, ഇനി അവിടെയും പോയി പടക്കം പൊട്ടിക്കും. എനിക്ക് പൊട്ടിക്കും. ഇന്നലെ പൊട്ടിയൊന്നുമില്ല, രണ്ടെണ്ണം അങ്ങുമാരെ അതെ എത്തിയാ ഇന്നത്തെ കമ്പത്തിരി കൊണ്ട് കമ്പത്തിരിയാണോ അച്ഛൻ അച്ഛൻ ആച്ചുല്ലേ
അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരെന്തോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ് കേട്ടോ. എന്തോ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും. പിന്നെ അവന്മാരൊക്കെ മാമിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് നെക്സ്റ്റ് അവർക്ക് പടക്കം പൊട്ടിച്ച് തീർക്കാനുണ്ട്. ഇവിടെ മാമി നമുക്ക് ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇവിടെയും മോരും അവിയലും ബീട്രൂട്ടൊക്കെയാണ്. കറിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ മീൻ കറി ഉണ്ടായിരുന്നു, കേര മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെന്താ ഇത് പൈനാപ്പിൾ കറി, പിന്നെ ബീട്രൂട്ട് പച്ചടി, അവിയൽ, മോര്, ഉള്ളിക്കറി, ഇഞ്ചിക്കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മാമിയും മാമനും അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാമിയുടെ വീടിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ് അവർ. ഈ ഓണവും വിഷു ഉത്സവവും ഒക്കെ വരുമ്പോഴത്തേക്കും രാവിലെ ആണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇന്ന് ഓണമാണല്ലോ അല്ലെങ്കിൽ ഇന്ന് വിഷു ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അങ്ങ് തീർന്നു പോയി. എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോകണ പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.